ഒരു വാക്ക് പോലും ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല. അദ്ദേഹം ആരോടും ഒന്നും സംസാരിച്ചുമില്ല. മനസ്സ് മരവിച്ച ഒരു മനുഷ്യൻ എങ്ങനെ നടന്നു പോകുന്നു അതുപോലെയാണ് ഞങ്ങളുടെ മുമ്പിലൂടെ അദ്ദേഹം അല്പസമയം മുമ്പ് പുറത്തേക്ക് വാഹനത്തിനടുത്തേക്ക് പോയത്. അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ മറ്റ് ജനപ്രതിനിധികളോ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളോ ഒന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അവർ അദ്ദേഹത്തോടൊപ്പം മൗനമായി നടന്ന് വാഹനത്തിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അദ്ദേഹം DK മുരളി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കാണുമെന്നും അതിനുശേഷം കബറിടത്തിലെത്തി ഉമ്മയുടെയും തൻ്റെ സഹോദരൻ്റെയും ഭാര്യയുടെയും ഒക്കെ കബറിടത്തിലെത്തി പ്രാർത്ഥിക്കും എന്നുമാണ് ഈ കുടുംബാംഗങ്ങൾ അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കാം, അവിടെ നിന്നായിരിക്കും ഈ കബറിടത്തിലേക്ക്, വെഞ്ഞാറമൂടിലുള്ള കബറിടത്തിലേക്ക് എത്തി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹം പോവുക എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യ ഷെമി അപകടനില ഇപ്പോഴും തരണം ചെയ്യാതെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഷെമിയുടെ അടുത്തേക്ക് ഈ അബ്ദുൾ റഹീം വൈകാതെ എത്തും.